നമ്മുടെ ഓണറബിൾ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീമതി വീണ ജോർജിനെ മാരകമായ എന്തോ ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് വധിക്കാൻ ശ്രമിച്ച 5 KSU പ്രവർത്തകർക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി. ഇന്നലെ അവരെ ജയിലിൽ നിന്ന് പുറത്തു വന്നു. 17 ദിവസം പിള്ളേര് ജയിലിലായിരുന്നു. ഈ ജയിലെന്ന് പറഞ്ഞാലേ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. റിസോർട്ട് പോലെ പോയി 10-16 ദിവസം താമസിച്ച് വരാവുന്ന ഒരു ഇടമല്ല. അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലോ മുഖ്യമന്ത്രിയുടെ വസതി, ആരോഗ്യമന്ത്രിയുടെ തൈക്കാട് ഹൗസിലോ ഉള്ള സുഖ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഒരു ചെറിയ മുറിയിൽ 10-18 പേര് ഒന്നിച്ച് പായ വിരിച്ച് കിടക്കേണ്ടി വരും. ചിലർ കിടക്കുന്നത് ബാത്റൂമിന്റെ സൈഡിലായിരിക്കും. അങ്ങനെ 17 ദിവസം ജയിലിൽ നരകിച്ച് അവസാനം ജാമ്യം കിട്ടി പുറത്തു വന്ന ഈ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ, അവർക്ക് അവരുടെ പാർട്ടി സഖാക്കൾ നൽകുന്ന സ്വീകരണം കണ്ടപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ വലിയ സന്തോഷമാണ് തോന്നിയത്. കാരണം അവരും മക്കളാണ്, തെറ്റൊന്നും ചെയ്തവരല്ല. അവർ ന്യായമായ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി എന്നത് മാത്രമാണ് ചെയ്തത്. അതിൻ്റെ പേരിലാണ് ഇല്ലാക്കഥകൾ മെനഞ്ഞ് ഗൂഢാലോചന നടത്തി കള്ളക്കേസ് ഉണ്ടാക്കി 17 ദിവസം അവരെ ജയിലിലിട്ടത്. അതായത് 20-21 വയസ്സൊക്കെയുള്ള പിള്ളേരാണ്. അവരെയാണ് ഈ രീതിയിൽ ഭരണകൂടം ജയിലിലേക്ക് അയച്ചത്. അപ്പോൾ അവര് പുറത്തു വരുന്നത് കാണുമ്പോൾ ഏത് അച്ഛനും സന്തോഷിക്കും. ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഓണറബിൾ മന്ത്രിയും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ KSUക്കാര് മോചിതരാകുന്നതിന്റെ ദൃശ്യം നമ്മൾ കാണണ്ട എന്ന് വിചാരിച്ച് ഒരുപക്ഷെ അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് അവന്മാര് റെയിൽവേ സ്റ്റേഷനിൽ തനിക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്തിയ അവന്മാര് മോചിതരാകുന്ന കാര്യം അവരറിയുമല്ലോ. അപ്പോൾ ഓണറബിൾ മിനിസ്റ്റർ, അങ്ങ് ഇതറിഞ്ഞിട്ട് ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയോ? ഒരു തെറ്റും ചെയ്യാത്ത 5 കുട്ടികളെ അങ്ങും അങ്ങയുടെ ഗൺമാനും പറഞ്ഞ നുണ കേട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയച്ചു. അവര് ജയിലിൽ നിന്ന് പുറത്തു വന്ന വാർത്ത കേട്ടിട്ട് അങ്ങേക്ക് നന്നായിട്ട് ഉറക്കം വന്നോ? അതോ ഉറക്കം ദൂരെ മാറി നിന്നോ? കാരണം ചെയ്തത് തെറ്റാണെന്ന് ഏതൊരു മനുഷ്യനും തോന്നുമല്ലോ, ഒരു കുറ്റബോധം ഉണ്ടാകുമല്ലോ. അപ്പോൾ രാത്രിയിൽ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചെന്ന് വരില്ല. അതാണ് ചോദിച്ചത്, നന്നായിട്ട് ഉറങ്ങിയോ എന്ന്. അതോ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ കരിങ്കൊടി കാണിച്ച അവന്മാര് 17 ദിവസമെങ്കിൽ 17 ദിവസം അകത്ത് കിടന്നല്ലോ എന്ന് മനസ്സിലാലോചിച്ച് സന്തോഷിച്ചോ? അവര് ജയിലിൽ നിന്നൊക്കെ പുറത്തു വന്നു, ശരി, എന്നാലും അവന്മാര് 17 ദിവസം കിടന്നല്ലോ എന്നൊരു സന്തോഷം തോന്നിയോ? അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയുടെ പ്രത്യേകതകളാണ്. മനസ്സിലെ എമ്പതിയും സിമ്പതിയും അനുഭാവവും കാരുണ്യവും സ്നേഹവും ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർ ഒരു തെറ്റ് ചെയ്തു, അതിന്റെ ഫലമായിട്ട് 5 ചെറുപ്പക്കാർ ജയിലിൽ കിടന്നു, ഒരു സങ്കടവും വിഷമവും ഒക്കെ തോന്നും. അതല്ലാത്തവർക്ക് 17 ദിവസം 17 ദിവസം കിടന്നല്ലോ എന്നൊരു സന്തോഷമായിരിക്കും തോന്നുന്നത്. അതാ പറഞ്ഞത്, അത് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഓണറബിൾ മിനിസ്റ്റർ, ആ ചെറുപ്പക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? സമൂഹത്തോട് അല്ലെങ്കിൽ താങ്കളോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു കരിങ്കൊടി പ്രകടനം നടത്തി, പ്രതിഷേധ പ്രകടനം. അവര് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ചില വിഷയങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവര് മന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുന്നത് തെറ്റല്ലെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ അതിനെ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അതൊരു കുറ്റകൃത്യമല്ല. അതിന്റെ പേരിൽ ആരെയും നിങ്ങൾക്ക് ജയിലിൽ അടയ്ക്കാൻ സാധിക്കില്ല. ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. ഈ 5 പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ KSUവിന്റെ പ്രവർത്തകരാ. അവര് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയത്. ഓണറബിൾ മിനിസ്റ്റർ, അത് അങ്ങേക്ക് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അങ്ങ് ഈ കനൽ വഴികളിലൂടെയൊന്നും കടന്നു വന്നവരല്ല. സമരം ചെയ്തിട്ടില്ല, പോസ്റ്റ് ഒട്ടിച്ചിട്ടില്ല, ചുവരെഴുതിയിട്ടില്ല, ജയിലിൽ പോയിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ യാതൊരു ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഒരാളാണ് അങ്ങ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങേ മുകളിൽ നിന്ന് CPM രാഷ്ട്രീയത്തിലേക്ക് കെട്ടിയിറക്കിയതാ. അതിന്റെ പിന്നാമ്പുറം കഥകളൊന്നും ഇവിടെ പറയുന്നില്ല. അങ്ങനെ വന്ന ആളാണ്. പെട്ടെന്ന് MLA ആയി, ഇതിനിടയ്ക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ചു, വീണ്ടും മന്ത്രിയായി. അപ്പോഴേക്ക് താൻ എന്തൊക്കെയോ ആയി എന്ന ചില തോന്നലുകൾ ഉണ്ടായി. അങ്ങനെ വന്ന ഒരാളാണ്. അല്ലാതെ താങ്കളുടെ പ്രസ്ഥാനത്തിൽ അടക്കമുള്ള ആളുകൾ കടന്നു വന്ന വഴികളിലൂടെ, പോരാട്ടത്തിന്റെ വീതികളിലൂടെ അധികാരത്തിലേക്കോ അല്ലെങ്കിൽ പാർലമെന്ററി സ്ഥാനങ്ങളിലേക്കോ വന്ന ആളല്ല താങ്കൾ. അതുകൊണ്ട് ഇത് മനസ്സിലാവില്ല. താങ്കൾക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയ 5 KSU പ്രവർത്തകരുടെ മനസ്സ് താങ്കൾക്ക് മനസ്സിലാവില്ല. താങ്കളെ സംബന്ധിച്ചിടത്തോളം അവര് വെറും അവന്മാരാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും കാരണക്കാരി അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ദൃക്സാക്ഷി താങ്കളാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഓണറബിൾ മിനിസ്റ്റർ അങ്ങാണ്. 5 KSUക്കാരിൽ ഒരാൾ പോലും താങ്കളുടെ സമീപത്ത് പോലും വന്നിട്ടില്ല എന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകും. എന്നിട്ടും അവര് മാരകായുധങ്ങൾ ഉപയോഗിച്ച് തന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്ന് ഗൺമാനെ കൊണ്ട് പോലീസിൽ പരാതി കൊടുപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്തിനായിരുന്നു? അവരെന്ത് തെറ്റാണ് താങ്കളോട് ചെയ്തത്? 17 ദിവസത്തേക്ക് അവരെ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ, കാരാഗ്രഹത്തിൽ അടപ്പിക്കാൻ എന്ത് കുറ്റം താങ്കളോട് ചെയ്തു? അല്ലെങ്കിൽ ഈ സമൂഹത്തോട്
അവർ ചെയ്തു. കാരാഗ്രഹത്തിന്റെ ഇരുണ്ട ഉൾത്തളങ്ങളിലേക്ക് താങ്കൾ അവരെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങേ ഒരു KSU പ്രവർത്തകൻ സ്പർശിച്ചിട്ട് പോലുമില്ല എന്ന് ഏറ്റവും നന്നായിട്ട് ഓണറബിൾ മിനിസ്റ്റർ അങ്ങേക്കറിയാം. എന്നിട്ടും നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് നുണകളുടെ ഒരു ഷീട്ട് കൊട്ടാരം ഉയർത്തിയാണ് താങ്കളും താങ്കളുടെ അംഗരക്ഷകനും ഗൺമാനും ചേർന്ന് ഇവരെ ഒരു വധശ്രമ കേസിൽ പ്രതികളാക്കിയത്. 1-ാം പ്ലാറ്റ്ഫോമിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അത് കഴിഞ്ഞ് 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് താങ്കൾ എത്തുന്നുണ്ട്. അവിടെയും താങ്കൾ കരിങ്കൊടി കെട്ടി അവന്മാരെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊന്നും അങ്ങേക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒരു മുറിവും കഴുത്തിൽ ഉണ്ടായിരുന്നില്ല. മാരകമായ ആയുധത്തെ കുറിച്ചൊന്നും സംസാരം ഉണ്ടായിരുന്നില്ല. 3:15-നാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന നമ്മുടെ സ്പീക്കർ AN ഷംസീറാണ് ആദ്യമായിട്ട് ഈ ഡയഗ്നൈസ് നടത്തുന്നത്. നമ്മുടെ മന്ത്രിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു, പോകട്ടെ ആശുപത്രിയിലേക്ക്. അദ്ദേഹമാണ് കൽപ്പിച്ച് വിടുന്നത്. ഇതിൽ ഇടപെട്ടതിനെ പറ്റി ചോദിച്ചപ്പോ താൻ സ്പീക്കറായ സഭയിലെ ഒരു അംഗമാണെന്നും താൻ സഭാനാഥനാണെന്നും തനിക്ക് ഇടപെടാൻ അവകാശമുണ്ടെന്നും ഒക്കെയാ പറഞ്ഞത്. എങ്കിൽ ഇതുപോലെ മാരകമായ പരിക്ക് പറ്റിയ അംഗത്തെ, മന്ത്രിയെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് പോകാമോ? കൂടെ ആശുപത്രിയിലേക്ക് പോകേണ്ടതല്ലേ? അത് അദ്ദേഹം ചെയ്തില്ല. വന്ദേ ഭാരതിൽ കയറി സ്പീക്കർ തിരുവനന്തപുരത്തേക്ക് പോയി. എന്നിട്ട് മന്ത്രിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ ഉത്തരവിടുകയാണ്. 3:45-ന് മന്ത്രിയെ ആശുപത്രിയിൽ എത്തിക്കുന്നു. 4:30 ആയപ്പോൾ ഡോക്ടർമാർ മന്ത്രിയെയും ഗൺമാനെയും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. അവിടെ ഒരു മുറിവും കണ്ടിട്ടില്ല. അതുവരെ മന്ത്രിയോ ഗൺമാനോ മാരകായുധത്തെ കുറിച്ചോ അതുപയോഗിച്ച് മന്ത്രിയെ ആക്രമിച്ചതിനെ കുറിച്ചോ ഒരു അക്ഷരം കമാന്ന് മിണ്ടിയിട്ടില്ല കേട്ടോ. 4:30-ക്ക് ഡോക്ടർമാർ പരിശോധിക്കുമ്പോഴും ഇവരാരും അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ 10:16-നാണ് ഇത് സംബന്ധിച്ച FIR രജിസ്റ്റർ ചെയ്യുന്നത്. 10:16-ന് അപ്പോഴാണ് മാരകായുധം വരുന്നത്. അന്നേരമാണ് മന്ത്രിയുടെ കഴുത്തില് മാരകമായ മുറിവുണ്ടാക്കി വധിക്കാൻ KSUക്കാർ ശ്രമിച്ചു എന്ന ആക്ഷേപം ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ഒരു FIR ഇടുന്നതിന് ഇത്രയും താമസിച്ചത്? മന്ത്രിയാണ് അക്രമത്തിന് വിധേയനായിരിക്കുന്നത്. അപ്പൊ പടപടാവുന്ന കാര്യങ്ങൾ നീങ്ങേണ്ടതല്ലയോ? കോടതി തന്നെ ചോദിച്ചു. ജാമ്യം കൊടുത്ത കോടതി തന്നെ, സെഷൻസ് കോടതി തന്നെ ചോദിക്കുകയാണ്, എന്താണ് FIR ഇത്രയും വൈകിയതെന്ന്. ഈ വധശ്രമം എന്ന് പറയുന്നത് അപ്പാപ്പൻ കളിയൊന്നും അല്ല. ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്നതാ. കുറഞ്ഞത് 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കും കേസ് തെളിഞ്ഞാല്. ആ ചാർജാണ് അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് കഴുത്തിൽ അപകടകരമായ മുറിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് ഈ പ്രതിഷേധം നടത്തിയ അല്ലെങ്കിൽ പ്രതികൾ എന്ന് പോലീസ് പറഞ്ഞ ഈ 5 ചെറുപ്പക്കാരെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഓൺ ദ സ്പോട്ട്, സംഭവം നടക്കുമ്പോൾ തന്നെ. അപ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടെങ്കിൽ പോലീസ് കണ്ടെടുക്കാവുന്നതാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏക ആയുധം എന്ന് പറയുന്നത് ഒരു കറുത്ത തുണിയായിരുന്നു. കരിങ്കൊടിയായിട്ട് അവർ ഉപയോഗിച്ച തുണിയായിരുന്നു. അതല്ലാതെ അവരുടെ പക്കൽ ഒരു ആയുധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ 10-16-ന് FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ, കേസെടുക്കുമ്പോൾ പെട്ടെന്ന് മാരകായുധം വരുന്നു. മന്ത്രിയുടെ കഴുത്തില് മാരകമായ മുറിവുണ്ടാകുന്നു. അവസാനം കോടതിയിലെത്തിയപ്പോൾ പോലീസുകാർ പറഞ്ഞു, എന്റെ പൊന്നു കോടതി, ഞങ്ങളവിടെ മാരകായുധമൊന്നും കണ്ടില്ല. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ കഴുത്തിൽ അങ്ങനെ ഒരു മുറിവൊന്നുമില്ല. തൊടുന്നിടത്തൊക്കെ ചെറിയ വേദനയുണ്ടെന്ന് മന്ത്രി പറയുന്നു. അത് മന്ത്രിക്ക് പറയാമല്ലോ. അല്ലാതെ മുറിവുകളോ പരിക്കുകളോ ഒന്നും കണ്ടില്ല. യാതൊരു തെളിവുമില്ല. ആയുധങ്ങളുമായി അവർ വന്നു എന്നതിന് തെളിവില്ല. ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതിന് തെളിവില്ല. ഊൺ സർട്ടിഫിക്കറ്റ് പോലും കോടതിയിൽ ഹാജരാക്കിയില്ല. ഇത്തരത്തിലുള്ള കേസുകളിൽ വളരെ അത്യാവശ്യമായ കാര്യമാണ് മുറിവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അത് ഹാജരാക്കുക എന്നുള്ളത്. അതുപോലും ഉണ്ടായിട്ടില്ല. അവസാനം 16-ാം ദിവസം ജാമ്യം കിട്ടുന്നു. 17-ാം ദിവസം അവര് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ദിവസങ്ങൾ അവരനുഭവിച്ച നരകയാതന, അതിനാരാണ് ഉത്തരം പറയേണ്ടത്? 13 ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം അവരാണ് ഇടയ്ക്കിടയ്ക്ക് ബുള്ളറ്റിനുകൾ, മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഇറക്കിക്കൊണ്ടിരുന്നത്. അവരെ പറ്റി എന്ത് പറയാനാ? ഈ കേസ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഈ ജാമ്യ ഹർജിയുടെ വിധിയിലുണ്ട്. ഡോക്ടർമാരെ ഒന്ന് ചിന്തിച്ചാൽ മതി, മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ചാൽ മതി, ചെയ്തതൊക്കെ ശരിയായിരുന്നോ എന്നുള്ളത്. അവര് പറഞ്ഞെന്താ? പരിക്ക് പറ്റിയത് മൂലം മന്ത്രിക്ക് ദീർഘയാത്രകളൊന്നും സാധിക്കില്ലെന്നാ. അതുകൊണ്ട് വെന്റിലേറ്ററിലോ ICUലോ തന്നെ കിടക്കണം, ഇവിടെ തന്നെ ചികിത്സ തുടരണം. എന്നിട്ട് അന്ന് വെളുപ്പാക്കാലത്ത് 4:30-ക്ക് മന്ത്രി എഴുന്നേറ്റ് സ്ഥലം വിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മന്ത്രി തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം കഴുത്തിൽ കോളറൊക്കെ ഇട്ട് റെയിൽവേ സ്റ്റേഷനിൽ അവതരിപ്പിച്ചതിനേക്കാൾ മികച്ച ഭാവാഭിനയം കാഴ്ചവെച്ചു പല വേദികളിലെ ചടങ്ങുകളില്. ചാനലുകൾക്കൊക്കെ അഭിമുഖം നൽകി, മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. ആവശ്യത്തിന് സമയം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ സമരത്തിലായിരുന്നിട്ട് പോലും അതിലൊന്നും ഇടപെട്ടില്ല. പക്ഷേ ഈ കേസിൽ പോലീസിന് മൊഴി കൊടുക്കാൻ പോലും മന്ത്രി തയ്യാറായില്ല. മന്ത്രിയും മന്ത്രിയുടെ അംഗരക്ഷകനും കൂടെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. മന്ത്രി മൊഴി കൊടുക്കണ്ടേ? മന്ത്രിക്കെതിരായിട്ടല്ലേ ആക്രമണം ഉണ്ടായത്? മന്ത്രിയുടെ കഴുത്തിലല്ലേ പരിക്ക് പറ്റിയത്? അല്ലെങ്കിൽ മാരകായുധം മന്ത്രിക്കെതിരെയല്ലേ പ്രയോഗിച്ചത്? അപ്പൊ ഒരു മൊഴി കൊടുക്കണ്ടായോ? എന്താ കൊടുക്കാതിരുന്നത്? ഓണറബിൾ മിനിസ്റ്റർ, അങ്ങ് ഒരു അമ്മയാണ്, ഒരു സഹോദരിയാണ്. നിങ്ങൾക്ക് ഇതെങ്ങനെ സാധിച്ചു? യൗവനത്തിലേക്ക് കടന്ന 5 ചെറുപ്പക്കാരെ
അവര് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന നല്ല ബോധ്യമുണ്ടായിട്ടും അവരെ ഈ കാരാഗ്രഹത്തിന്റെ ഇരുണ്ട അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയാൻ എങ്ങനെയാണ് തോന്നിയത്? എങ്ങനെ സാധിച്ചു? ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയുടെ പുറകിലുള്ളത്? പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തില് അങ്ങോ അങ്ങയുടെ അംഗരക്ഷകനോ ഈ മാരകായുധത്തെ കുറിച്ചോ മുറിവിനെ പറ്റിയോ പറഞ്ഞിട്ടില്ല. പിന്നീട് എഫ്ഐആർ ഇടുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്, ഉണ്ടായത്? ആരൊക്കെയായിരുന്നു ഈ ഗൂഢാലോചനക്കാര്? ഓണറബിൾ മിനിസ്റ്റർ, അങ്ങിപ്പോൾ കേരള സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. എല്ലാം തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. 5 KSU പ്രവർത്തകർക്കെതിരെ താങ്കളും താങ്കളുടെ പാർട്ടിയും നടത്തിയത് ഒരു നാടകമായിരുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. സെഷൻസ് കോടതിയിലെ വിധിന്യായം അതാണ് തുറന്നു പറയുന്നത്. അതുമാത്രമല്ല, കണ്ണൂരിലെ മുൻ മുനിസിപ്പൽ ചെയർമാൻ KO മോഹനൻ മിനിസ്റ്ററുടെ ഗൺമാൻ 1-ാം പ്രതിയും മിനിസ്റ്റർ 2-ാം പ്രതിയുമായിട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു അന്യായം ഫയൽ ചെയ്തിരിക്കുക. അതിലെ ഈ വ്യാജ നാടകത്തെ കുറിച്ചാണ് പരാതി. ആ കേസിൽ പറയുന്നതെല്ലാം ശരിയാണെന്നാണ് ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവിൽ അല്ലെങ്കിൽ കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കുന്നത്. അതിനെയൊക്കെ സാധൂകരിക്കുന്നതാണ് ആ കോടതി വിധി. തന്നെ 5 ചെറുപ്പക്കാർ കൊല്ലാൻ ശ്രമിച്ചു എന്ന വ്യാജ പരാതി നൽകി അവരെ ജയിലിൽ അയച്ചിട്ട് ഇനി എങ്ങനെ കേരള സമൂഹത്തിന്റെ മുമ്പിൽ താങ്കൾക്ക് എഴുന്നേറ്റ് നിൽക്കാനാവും? എന്താണ് നിങ്ങൾക്ക് കേരളത്തിലെ ആളുകളോട് പറയാനുള്ള ന്യായീകരണം? ആറന്മുളയിലെ വോട്ടർമാരോട് നിങ്ങൾ എന്ത് പറയും? അവര് നിങ്ങളെ എങ്ങനെ ഇനി വിശ്വസിക്കും? അവര് നിങ്ങളെ ഇനി എന്ത് പേരിട്ടാണ് വിളിക്കുക? ചേച്ചി മോളെ എന്നൊക്കെ വിളിച്ചവരാണല്ലോ അവരൊക്കെ നിങ്ങളെ ഇനി എന്തായിരിക്കും വിളിക്കുക? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എല്ലാം കണ്ടും കേട്ടും കഴിയുന്ന കേരളത്തിലെ ആറന്മുളയിലെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ എന്തായി, ആരായി? ഓണറബിൾ മിനിസ്റ്റർ, ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തക ഇതുപോലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടാനില്ല. അതാണ് താങ്കൾക്ക് സംഭവിച്ചിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾ, അതിനുശേഷം താങ്കളുടെ ജനറൽ ആശുപത്രിയിലെയും അതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലെയും ചികിത്സ, അവിടെ നിന്ന് വെളുപ്പാങ്കാലത്ത് 4:30 മണിക്ക് ഡിസ്ചാർജ് വാങ്ങി കാറിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകുന്നത്. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞ് 6 മണിക്കൂറിനുള്ളിലാണ് നിങ്ങളുടെ അത്ഭുത രോഗശാന്തി പ്രാപിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. ഇതൊക്കെ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ 2 വട്ടം ജയിപ്പിച്ച ആറന്മുളയിലെ ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കും?